ഗുഡ് ആഫ്റ്റർനൂൺ. സാറ് പറഞ്ഞ വളരെ സത്യമായ കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ജസ്റ്റ് ട്രേഡിൽ വരുന്നത് വരെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഒരു ജോലി ചെയ്തിരുന്നു, മേക്ക് മണി, ഇപ്പം അതായത് പൈസ ഉണ്ടാക്കുന്നു, അത് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു കാര്യം എൻ്റെ ലൈഫിലില്ലായിരുന്നു. ശരിക്കും ജസ്റ്റ് ട്രേഡിൽ വന്നതിന് ശേഷമാണ് പൈസ ഉണ്ടാക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൽ വേണം നമ്മുടെ കാര്യങ്ങൾ നടത്താൻ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനെന്ന് പഠിപ്പിച്ചു തന്ന ഒരു മാനേജ്മെന്റിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചു തന്നു, നല്ലൊരു അവസരം വന്നു. തീർച്ചയായിട്ടും എന്ന് പറയുന്ന പോലെ പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്, 5 സെന്റും 20 ചന്ദന തൈകളും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കോട്ടേജ്, ഇങ്ങനൊരു ഓഫർ വന്ന സമയത്ത് ഞങ്ങൾ 4 പേര് ചേർന്നാണ് പാർട്ട്നേഴ്സായിട്ടാണ് ഒരു കോട്ടേജ് എടുത്തത്. അന്ന് ഞങ്ങൾക്കൊരു ബമ്പർ ലോട്ടറി കൂടി അടിച്ചു. ഒരു കോട്ടേജ് എടുക്കുമ്പോൾ ഒരു കോട്ടേജ് ഫ്രീ. അപ്പം 2 കോട്ടേജിന്റെ ഓണേഴ്സാണ്. അന്ന് 45 ലക്ഷം രൂപ മുടങ്ങിയെങ്കിൽ ഇന്ന് 1,45 ലക്ഷം രൂപയുടെ അസറ്റ് കയ്യിലുണ്ടെന്നുള്ള സന്തോഷം കൂടിയുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ലിറ്റി പറഞ്ഞു കഴിഞ്ഞു. അന്ന് 22,50,000 രൂപയ്ക്ക് 45 ലക്ഷം കിട്ടി. ഇന്ന് അതിന്റെ വാല്യൂ 1,90,00,000. ലാഭത്തിലുണ്ട് 1,45,00,000. ഇന്നലെ കൂടെ റെഡിക്കേഷൻ പാർട്ടി വന്നിരുന്നു. ഇപ്പൊ 90 ലക്ഷം രൂപ തരാമെന്ന് ഒരെണ്ണത്തിന് ഇന്നലെ ലിറ്റിയെ വിളിച്ച് ലിറ്റി കൊടുക്കുന്നുണ്ട്. 22 ലക്ഷം രൂപ വാങ്ങിയത് 95 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? കൊടുക്കൂല. കാരണം ഇവിടെ നിങ്ങൾ ആദ്യം സ്ലൈഡിലുണ്ട് ഒരു പൊന്മുട്ട ഇടുന്ന താറാവിനല്ലേ, പൊന്മുട്ടയുടെ ഇടുന്ന താറാവിനെ കൊല്ലരുതെന്നാണ് സാറ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കൊല്ലാൻ തയ്യാറല്ല. സാറ് തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു, അടുത്ത വർഷം മുതൽ ഒരു പണി എടുക്കാതെ വീട്ടിലിരിക്കണം. സത്യമായിട്ട് ഭയങ്കര ആഗ്രഹമായിട്ടോ ഒരു പണി എടുക്കാൻ വീട്ടിലിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ആ പണി എടുക്കാതെ എനിക്ക് വീട്ടിലിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച അസറ്റ് ഞാൻ ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പാടില്ല. അപ്പൊ തീർച്ചയായിട്ടും നെക്സ്റ്റ് പ്രോജക്റ്റായ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനകത്തും ഞാൻ 10 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വർഷം പണിയെടുക്കണം എന്നുള്ള സന്തോഷം മാത്രമാണ് എനിക്ക് ഉള്ളത്. താങ്ക് യു.